Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുന്നേ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന വെജിറ്റബിൾ പുലാവിന്റെയും മസാല റൈസിന്റെയും റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. വെജിറ്റബിൾ ബിരിയാണിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കുറച്ച് വലുതാക്കി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പീസ്, ടൊമാറ്റോസ്, അനിയൻസ് ഒക്കെയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് ആണത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ റെസിപ്പി. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു ബിരിയാണി പോട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ഗീ ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. നെയ്യിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് നെയ്യിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 10 കാഷ്യൂസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് 10 ഉണക്കമുന്തിരി കൂടി ചേർത്ത് നമുക്കൊന്ന് വറുത്ത് കോരാം. കാഷ്യൂസും റൈസിൻസും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കാഷ്യൂസും റൈസിൻസും ഞാൻ വറുത്തിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് അതേ നെയ്യിൽ തന്നെ കുറച്ച് സവോള നമുക്കൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. ഞാനിവിടെ 5 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ബ്രൗൺ ആക്കി നമുക്കെടുക്കാം. സവോള ബ്രൗൺ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെയും റിഫൈൻഡ് ഓയിലിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഒരു കഷ്ണം ബേ ലീഫ് എന്നിവ ഒന്ന് ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മസാല മൂത്ത് വളരെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വളരെ നല്ലൊരു മണം വരും. ഇതിലേക്ക് ബ്രൗൺ ആക്കി നമ്മൾ വച്ചിരുന്ന സവോളയിൽ നിന്ന് പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കറികളാണ്. നമ്മൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പൊട്ടറ്റോ, ഗ്രീൻ പീസ് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം.
2 മീഡിയം സൈസ്ഡ് തക്കാളിയും നമുക്ക് ചേർക്കാം. ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് 15 മിനിറ്റിന് മുമ്പ് ഞാൻ വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിന് ശേഷം വെള്ളം തോരാനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 3 കപ്പ് ബസ്മതി റൈസ് ആണ്. 3 കപ്പ് ബസ്മതി റൈസിന് ഞാൻ യൂസ് ചെയ്യുന്നത് 6 കപ്പ് വെള്ളമാണ്. അതായത് ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം വെട്ടിത്തിളയ്ക്കുന്ന 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ അളവ് നമുക്ക് ഈ സ്റ്റേജിൽ ചെക്ക് ചെയ്യാം. ഉപ്പിന്റെ അളവ് കുറച്ച് മുൻപോട്ടായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ബിരിയാണി പോട്ടിന്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അനക്കാതെ 15 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. കറക്റ്റ് വേവിനായിട്ടാണ് നമുക്ക് റൈസ് കിട്ടിയേക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി മല്ലിയില, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവോള വറുത്തത്, പൈനാപ്പിളിൻ്റെ പീസസ്, അതുപോലെ തന്നെ കാഷ്യൂസും റൈസിൻസും വറുത്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടെ ബിരിയാണി സെർവ് ചെയ്യാം. ഞാനിവിടെ പപ്പടത്തിൻ്റെയും സാലഡിൻ്റെയും ഒപ്പമാണ് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ലെമൺ പിക്കിളിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തത് തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.